ഡോക്ടർമാരുടെ വ്യാജ കുറിപ്പടികൾ ഉണ്ടാക്കി സൈക്കോട്രോപിക് മരുന്നുകളടക്കം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നത് വ്യാപകമാകുന്നു. യഥാർത്ഥ കുറിപ്പടിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത ശേഷം മരുന്നുകളുടെ പേര് എഴുതി ചേർക്കുന്നതും കയ്യക്ഷരം അനുകരിച്ച് വ്യാജ കുറിപ്പടി തയ്യാറാക്കുന്നതും വ്യാപകമാവുകയാണ്. ഇത്തരക്കാർക്കെതിരെ ഡ്രഗ് കൺട്രോൾ വിഭാഗം ജാഗ്രതയോടെ നടപടി സ്വീകരിക്കണമെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമകളുടെയും ഡോക്ടർമാരുടെയും ആവശ്യം. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. മെഡിക്കൽ ഷോപ്പുകളിൽ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകളും സൈക്കോട്രോപിക് മരുന്നുകളും അടക്കം വിൽപ്പന നടത്തുന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. എന്നാൽ അനധികൃത മരുന്ന് വിൽപ്പന മാത്രമല്ല, ഡോക്ടർമാരുടെ പേരും വ്യാജ ലെറ്റർ പാഡും കൈയക്ഷരവും ഉപയോഗിച്ച് കുറിപ്പടികൾ ഉണ്ടാക്കുക, ഡോക്ടർമാർ നൽകിയ പഴയ കുറിപ്പടികളിൽ നടുഭാഗത്ത് വെള്ളപ്പേപ്പർ ഉപയോഗിച്ച് പകർപ്പെടുത്ത ശേഷം ആവശ്യമായ മരുന്നുകളുടെ പേരുകൾ എഴുതി ചേർക്കുക തുടങ്ങി ഗുരുതര നിയമലംഘനങ്ങൾ നടത്തുന്ന സംഘങ്ങളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തം. നടുവിലാ മരുന്ന് എഴുതിയിരിക്കുന്ന ഭാഗം മറച്ചിട്ട് അതിന്റെ കളർ പ്രിന്റ് എടുക്കും. എന്നിട്ട് അതിൽ മെഡിസിൻ എഴുതും. അതിപ്പോ എല്ലാ മരുന്നുകളും എഴുതും, ആന്റിബയോട്ടിക്കും സൈക്കോട്രോപിക് ഡ്രഗ്സുകളും എല്ലാം എഴുതും. അതാ ആവശ്യമുള്ള മരുന്നുകൾ എഴുതും. എന്തായാലും അത് എന്ത് മിസ്റ്റേക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിടിക്കുന്നത്? അതായത് സ്ഥിരം ആളുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടല്ലോ. സ്ഥിരം ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ നോക്കും, അതിൽ വ്യത്യാസം കാണും. പിന്നെ മരുന്നിന്റെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കോഡുകളുണ്ട്, ഫാർമസിക്കുള്ള കോഡുകളുണ്ട്, RX കോഡൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. മുതിർന്നവർ മാത്രമല്ല, വിദ്യാർത്ഥികളും ഡോക്ടർമാരുടെ സൈക്കോട്രോപിക് മരുന്ന് കുറിപ്പടികൾ ദുരുപയോഗം ചെയ്യുന്നു. മറ്റൊരാൾക്കായി നൽകിയ കുറിപ്പടി വാട്സപ്പിലൂടെ വാങ്ങി മെഡിക്കൽ സ്റ്റോറുകളിൽ എത്തുന്നതും പതിവാണ്. പ്രിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളത് ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ്, വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളത് ഡിസ്പെൻസ് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊബൈലിൽ വാട്സാപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ചിലരത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എമർജൻസി സംഭവങ്ങളിൽ ആണ് പേഷ്യൻ്റ് ഉള്ളതെന്നും ഇമ്മീഡിയറ്റായിട്ട് മെഡിസിൻ വേണമെന്നും പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ടറിൽ ചിലപ്പോൾ എൻക്വയറി വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാവും. കാരണം അവർക്ക് ചിലപ്പോൾ ജെനുവിനായിരിക്കാം പേഷ്യൻറ്റിൻ്റെ, പക്ഷേ നമുക്ക് ഈ വാട്സാപ്പിൽ വരുന്ന മൊബൈലിൽ പിക്ചർ എടുത്തിട്ട് വരുന്ന രീതിയിൽ ഡിസ്പെൻസ് ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനായ ഡോക്ടർ വിവേകിന്റെ പേരിൽ വ്യാജ ലെറ്റർ പാഡും കൈയക്ഷരവും ഉപയോഗിച്ച് കുറിപ്പടി ഉണ്ടാക്കി ആശുപത്രി ഫാർമസിയിൽ നിന്നും സ്വകാര്യ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങാനുള്ള ശ്രമം നടന്നു. ഫാർമസിസ്റ്റുകൾ കൃത്യമായി ഇടപെട്ട് ഡോക്ടറെ വിളിച്ചന്വേഷിച്ചപ്പോൾ വ്യാജമാണെന്ന് തെളിഞ്ഞു. തുടർന്ന് മരുന്ന് നൽകുന്ന കൗണ്ടറിൽ നിന്ന് വ്യാജന്മാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നെ പോലുള്ള പല സൈക്യാട്രിസ്റ്റുകളുടെ വ്യാജ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ടും ഇങ്ങനെ വാങ്ങിക്കുന്ന പല സിറ്റുവേഷൻസ് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഈയിടയ്ക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആക്ച്വലി വന്നിട്ട് ഒരു കള്ള പ്രിസ്ക്രിപ്ഷനായിട്ട് ആ മരുന്ന് വെച്ച് മരുന്ന് വാങ്ങിക്കാൻ പോലും ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ പലതവണയും നമ്മുടെ അടുത്ത് പല മെഡിക്കൽ ഷോപ്സ് വിളിച്ച് ചോദിക്കാറുണ്ട്, ഇത് നിങ്ങളുടെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ആണോ? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ പാഡും അതേപോലെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കോപ്പി ചെയ്തിട്ട്, പക്ഷേ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരും. അത് ഡോക്ടറിനും പല സമയത്ത് മെഡിക്കൽ ഷോപ്സിലും കണ്ടുപിടിക്കാം. പക്ഷേ ഒരു 10 കേസുകളിൽ ചിലപ്പോൾ 2-3 ഇത് പൊങ്ങി വരാറുള്ളൂ. നിർജീവമായ സർക്കാർ പരിശോധനകളാണ് ഇക്കൂട്ടർക്ക് വളമാകുന്നത്. ക്യാമറമാൻ അലോഷി കാർലോസ് ഡെസ്മോനൊപ്പം കെവിൻ കെനഡി, ന്യൂസ് മലയാളം, കൊച്ചി.